ശരി, അതായത് CITU പറഞ്ഞാലേ സർക്കാരിനൊരു ചർച്ചയ്ക്ക് താല്പര്യമുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻപ് CITU പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും സമരം ചെയ്തതാണ്, ഞങ്ങളുടെയും ആവശ്യം ഇത് തന്നെയാണ് എന്ന്. പക്ഷേ ഇപ്പോൾ CITU ഇവരെ ആക്ഷേപിക്കുവാനാണ് സമയം കണ്ടെത്തുന്നത്. ശ്രീജിത്ത് പണിക്കർ, KV തോമസിന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു ഡൽഹിയിൽ. KV തോമസ് പോയപ്പോൾ വലിയ മേനി പറഞ്ഞിരുന്നു, ഞാൻ പോയി കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്, കണക്ക് പറയാൻ പോവുകയാണ് എന്ന്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നാണ്, എൻ്റെ കയ്യിൽ ഒരു കണക്കും ഇല്ലായിരുന്നുവെന്ന്. അതായത് ആരോഗ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന കാര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണ് ആശമാർക്ക് ഓണറേറിയം കൊടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നതിലെ കള്ളം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയല്ലേ ശ്രീജിത്ത് പണിക്കർ. ഇന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു 9,400 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ് എന്ന്. ശരിയാണ്, 9,400 രൂപ സർക്കാരിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ്. കാരണം 7,000 ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. ബാക്കി 300 ഫിക്സഡ് ഇൻസെൻറ്റീവും 3,000 ഫിക്സഡ് ഇൻസെൻറ്റീവും പിന്നെ ഒരു 3,000 കൂടി മറ്റ് ഇൻസെൻറ്റീവുകളും, അങ്ങനെ 6,000 രൂപ പരമാവധി കിട്ടുന്നത്. ആ 6,000-ൽ 6x4 എന്ന് പറയുന്നത് 24, അങ്ങനെ 2,400 രൂപ കൂടി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടി വരും ഈ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ. അതായത് 7,000-ഉം 2,400-ഉം കൂടുമ്പോൾ 9,400 രൂപ. ബാക്കി 3,600 രൂപ കേന്ദ്രം കൊടുക്കണം എന്നുള്ളതാണ്. ഈ കേന്ദ്രം 60% തരുന്നില്ല, 60% ഒന്നും പറയുന്നില്ലായിരുന്നു ഇതുവരെ. കേന്ദ്രം പണം തരുന്നില്ല, അതുകൊണ്ട് ആശമാർക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുന്നു. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ പോലും, ഈ പറയുന്ന 3,600 രൂപ പോലും കിട്ടാനില്ല എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടും അതിനൊരു മറുപടി നൽകാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്? കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഒഴിയുന്നതാണോ, അതോ CITU അല്ല സമരരംഗത്ത് എന്നതുകൊണ്ടാണോ? ശ്രീ മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് എന്നാണ്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശമാർക്ക് അവർക്ക് കിട്ടേണ്ടുന്ന വരുമാനം മതിയാണോ അല്ലയോ എന്നുള്ളതൊരു സെക്കൻഡ് ഡിസ്കഷനാണ്. മതിയല്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ അവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന പണം എത്രയാണോ ആ പണം ഒരു സാലറി അല്ല, പ്രതിഫലം എന്ന കണക്കിലാണ്. അത് അവർക്ക് നൽകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പൊ സർക്കാർ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണോ അതല്ല മറ്റെന്തെങ്കിലും താല്പര്യപ്രകാരമാണോ ഈ പണം കൊടുക്കാത്തത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ചോദിക്കാനുള്ള അവകാശം ആശമാർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇവരുടെ ഈ സമരത്തിനെയൊക്കെ തന്നെ പല രീതിയിലത്തേക്ക് അധിക്ഷേപിക്കാനായിട്ട് സർക്കാരും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ വേതനം ഉറപ്പുവരുത്തുക, അത് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ചോദിക്കുക എന്നതിനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു പൗരനുള്ള അവകാശം ഇവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടോ, അവർക്ക് ആ അവകാശം ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിരവധി സമരങ്ങളിൽ കൂടിയാണ് ഈ പ്രസ്ഥാനം വളർന്നത് എന്ന് മേനി നടിക്കുന്ന ആൾക്കാരാണ് CPM ഉള്ളത് എന്നും നിരവധി സമരങ്ങൾ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നും നിയമനിർമ്മാണം നടത്തുന്നത് എന്നും നമ്മുടെ നാട്ടിലുള്ള പുസ്തകോത്സവങ്ങളിലെല്ലാം പോയി സംസാരിക്കുന്ന മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയാണ് നമ്മുടേത്. അപ്പൊ അവർക്ക് ഇങ്ങനെ ന്യായമായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരോട് പുച്ഛമാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട്, CITU-ന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പൊ CITU-വിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ CITU-ന്റെ പ്രധാനപ്പെട്ട ചില ദേശീയ നേതാക്കൾ തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് AR സിന്ധു CITU-വിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ന്യായമായ സമരമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് പോലും കൺഫ്യൂഷൻ ആകും. കാരണം അതിൽ ഒരു ഭാഗത്ത് അവർ പറയുന്നത് ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ്. ഈ സമരത്തിനെ അനുകൂലിക്കുന്നതിൽ BJP-യെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, UDF-നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വലതുപക്ഷത്തുള്ള എല്ലാ മാധ്യമങ്ങളെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില ആൾക്കാരൊക്കെ ഇവരോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളും അവരോടൊപ്പമാണ്. ഇവരെല്ലാവരും തന്നെ ഈ SUCI-യുടെ സമരത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക, ഏതെങ്കിലും ഒരു സംഘടനയുടെ അജണ്ടയുടെ പേരിലാണ് ഈ സമരം എന്ന രീതിയിലത്തേക്കൊക്കെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇനി ഇത് രാഷ്ട്രീയമായിക്കോട്ടെ, അത് SUCI-യുടെ ബാനറിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും BJP-യോ UDF-ഓ സ്പോൺസർ ചെയ്യുന്നതായിക്കോട്ടെ, എങ്കിൽ പോലും അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് എന്നതിനെ പറ്റിയല്ലേ ചിന്തിക്കേണ്ടത്. അവരുന്നയിക്കുന്ന ആവശ്യം ലെജിറ്റിമേറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അവരിവിടെ പറഞ്ഞിരുന്നത് എന്താണ്, അവർക്ക് കൃത്യമായി കിട്ടാനുണ്ടായിരുന്ന പണം അതിന് യാതൊരു വിധത്തിലുള്ള മുടക്കവുമില്ലാതെ അവർക്ക് നൽകുക. അപ്പൊ അത് ഭാഗികമായിട്ട് ഇപ്പൊ കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ട്, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ആ ക്ലാരിറ്റിയുടെ ഭാഗത്താണ് മന്ത്രി വീണ ജോർജ് ആദ്യം മുതൽ തന്നെ കിടന്നുരുളുന്നത്. അതപ്പോൾ നിയമസഭയിൽ ഉള്ളിലാണ്, നിയമസഭയുടെ പുറത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഇന്നുകൂടി വെല്ലുവിളിച്ചു എന്ന രീതിയിലത്തേക്കുള്ള കണക്കുകൾ വരുന്നുണ്ട്.
പക്ഷെ അവരുടെ വെല്ലുവിളിയിൽ എന്ത് അർത്ഥമാണുള്ളത് ശ്രീ പണിക്കർ? ഈ പറയുന്ന കാര്യം എന്തായാലും ഈ സമരം കൊണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം എന്നൊക്കെ സർക്കാർ എന്നൊക്കെ പറഞ്ഞുള്ള മേനി അത് പൊളിഞ്ഞടങ്ങി. അത് മാത്രമല്ല ഈ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞതിലെ കള്ളവും ഇവിടെ പിടിക്കപ്പെട്ടില്ലേ? കേന്ദ്രമല്ല ഈ പണം മുഴുവനും കൊടുക്കുന്നത് എന്ന കാര്യവും ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണം അവിടെ ഓണറേറിയം കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് തീരുമാനിക്കാം. അങ്ങനെ അത് വെളിവായിട്ടില്ല ഇപ്പോൾ. അത് പണ്ട് അഭിനേതാക്കളായിരുന്ന ഇന്നസെന്റും KPSC ലളിതയും പറഞ്ഞതുപോലെ നുണ പറയുന്ന ആൾക്കാരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു നിന്ന് കേരളത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മന്ത്രി വീണ ജോർജിന്റെ ഈ പ്രസ്താവന ഉപകരിച്ചു എന്ന് മാത്രമാണ്. കാരണം നമ്മളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളി സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതുകൊണ്ട് നമ്മളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് എന്ന് ആദ്യം മുതൽ തന്നെ പറയുന്ന ആളാണ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ ലഭ്യമായിട്ടുള്ള രേഖകൾ പ്രകാരം സിക്കിമും ആന്ധ്രാപ്രദേശും 10,000 രൂപ വീതം അവരുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓണറേറിയം കമ്പോണന്റ് അവർ കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്തു നിന്നുള്ള കോൺഗ്രസിന്റെ MP ശ്രീ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് മാസം 2-ാം തീയതി പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ശ്രീമതി അനുപ്രിയ പട്ടേൽ ഒരു വിശദമായിട്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കി അത് പുറത്തിറക്കിയിരിക്കുന്നു. ആ പട്ടികയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത് 10,000 രൂപയാണ്, സിക്കിം കൊടുത്തു വന്നിരുന്നത് 6,000 അത് 10,000 ഉയർത്തിയിട്ടുണ്ട് എന്ന്. ഇപ്പൊ ഇന്ന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വാർത്ത ഓൺലൈനിൽ ഞാൻ വായിച്ചു. അപ്പൊ അതിൽ അവർ സിക്കിമിലുള്ള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഓംകുമാരി പ്രധാനുമായി അവർ ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ കൺഫേം ചെയ്യുന്നുണ്ട് 2022 ഒക്ടോബർ മാസം മുതൽ അവർക്ക് കിട്ടുന്നത് 10,000 രൂപ ഫിക്സ്ഡ് ഓണറേറിയമാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിവരങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇതിനെല്ലാം തന്നെ തമസ്കരിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ദേശാഭിമാനിയാണ് വായിക്കുന്നത് എന്ന സങ്കല്പത്തിൽ എന്തിനാണ് ഒരു മന്ത്രി സംസാരിക്കുന്നത്? അതിന് മറ്റൊരു കാര്യം കൂടി, ഈ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഈ ആശാസമരം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദേശാഭിമാനിയിൽ വാർത്ത വന്നതാണ് കേരളം കൊടുക്കുന്നത് 13,000 രൂപയാണ് എന്ന്. അതങ്ങനെയല്ല എന്ന് പിന്നീട് മാറ്റി പറയേണ്ടി വന്നു. 7,000 കേരളത്തിന്റെ ഫിക്സഡ് ഓണറേറിയം എന്ന്. ബാക്കി 3,000 6,000 രൂപയിൽ അതിന്റെ 6,000 രൂപയുടെ 60% 3,600 കൊടുക്കുന്നത് കേന്ദ്രമാണ്. ബാക്കിയുള്ള 2,400 സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അത് പൊളിഞ്ഞടങ്ങിയപ്പോൾ അടുത്തതായിട്ട് വന്നു കേന്ദ്രമാണ് നൽകേണ്ടത് എന്ന്. അവിടെയും ഈ കണക്ക് അവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം ഉള്ളത് എന്ന്. ഇപ്പോൾ കേന്ദ്രത്തെ നമുക്ക് ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കണമെങ്കിൽ കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുക എന്ന് നമുക്ക് ആവശ്യപ്പെടാമില്ലേ? കാരണം കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടിയാൽ അതിന്റെ 60% കേന്ദ്രവും 40% കേരളവും കൊടുക്കണമല്ലോ. അപ്പോൾ കേന്ദ്രത്തിന്റെ വിഹിതവും കൂടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ കൊള്ളാം. പക്ഷേ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ കേന്ദ്രമല്ലല്ലോ അവിടെ, കേന്ദ്രത്തിന്റെ പങ്കാളിത്തം അല്ലല്ലോ ഉള്ളത്. അല്ല, തീർച്ചയായിട്ടും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത ഈ രീതിയിലത്തേക്ക് തെറ്റിദ്ധാരണാജനകമായി കൊടുക്കുകയും പിന്നീട് അതിൽ തിരുത്തു വരുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് പതിവായിട്ട് നടക്കുന്നതാണ്. ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ്, നടി കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോൾ മോഹൻലാൽ എഴുതി എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ കണ്ടിട്ട് പോലും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഒരു ലേഖനം അവർ പ്രസിദ്ധീകരിച്ചിരുന്നതും അതിലുണ്ടായിരുന്ന ഫാക്ച്വലായിട്ടുള്ള എറേഴ്സും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നെ ആന്തൂരിലെ സാജന്റേതടക്കമുള്ള കാര്യങ്ങളെ, കുടുംബത്തിനെ കുറ്റം പറയുന്നത്, മറിയ ചേട്ടത്തിയുടെ കാര്യം, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവർക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വാർത്ത കൊടുക്കുന്നതിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സങ്കോചമുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ വലതുപക്ഷത്തേക്ക് ചേർത്ത് നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിനെ അല്ലെങ്കിൽ NDA ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലൊക്കെ തന്നെ അവർ കൊടുക്കുന്ന, ആന്ധ്രാപ്രദേശ് തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ കൊടുക്കുന്ന രീതിയിലത്തേക്ക് മാച്ച് ചെയ്യാനായിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ TDP BJP സഖ്യമാണ്. അവരവിടെ വന്നതിന് ശേഷം ചന്ദ്രബാബു നായിഡുവിന്റെ ഇലക്ടറൽ പ്രോമിസ് ആയിരുന്നു 30 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാർക്ക് 1.5 ലക്ഷം രൂപയുടെ ഗ്രാറ്റുവിറ്റി കൊടുക്കുമെന്ന്. നമ്മളിവിടെ പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗ്രാറ്റുവിറ്റി ഏർപ്പെടുത്തുകയാണ്. പിന്നെ ആശാ വർക്കർമാരായിട്ടുള്ള ആൾക്കാർക്ക്, സ്ത്രീകളാണല്ലോ, അവർക്ക് മെറ്റേണിറ്റി ലീവായിട്ട് 6 മാസം വരെ ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിയാണ് അവർ നൽകുന്നത്. എന്ന് വെച്ചാൽ 6 മാസം 60,000 രൂപ അവർക്ക് കൃത്യമായിട്ട് കിട്ടുകയും അവർക്ക് ലീവ് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് കൂടാതെ ഓക്സിലറി നഴ്സ്, മിഡ്വൈഫ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയ പല കാര്യങ്ങളിൽ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളിൽ എല്ലാം തന്നെ അവർക്ക് പ്രയോറിറ്റി നൽകുന്ന രീതിയിലത്തേക്കും അഡീഷണൽ ആയിട്ടുള്ള പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റും ഉണ്ടാകും. ഞാൻ പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ചന്ദ്രബാബു നായിഡു ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇവിടെ കാണേണ്ടത്
വരുമാനം കൃത്യമായിട്ട് കിട്ടുന്നതിന് ഇക്വിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നിരവധി സമരങ്ങൾ നയിച്ചിരുന്ന CITUവിന്റെ ദേശീയ സെക്രട്ടറിയാണ് ഇവിടെ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർക്കാരിനെ ഇത് രാഷ്ട്രീയമായ രീതിയിലത്തേക്ക് മറ്റുള്ള ആൾക്കാരെല്ലാവരും സംഘടിതമായിട്ട് ആക്രമിക്കുകയാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ഇവിടെ ലേഖനം പടച്ചുവിടുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ലേഖനമല്ല, ഒന്നിലധികം ലേഖനങ്ങൾ ഈ രീതിയിലത്തേക്ക് പടച്ചുവിടുന്നത്. പക്ഷെ ഇവര് ചിന്തിക്കേണ്ടത് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറയുന്ന സമയത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പറയുന്ന സമയത്തും ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഒരു തൊഴിലാളി സംഘടനയ്ക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറയാം. പക്ഷെ CITU നിലനിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പലപ്പോഴും ആലങ്കാരികമായിട്ടാണെങ്കിലും ശ്രീ MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ പറയുമല്ലോ, CPMന്റെ പോഷക സംഘടനകൾ എന്ന് നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിലും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒന്നും തന്നെ CPM പറയുന്നത് പോലെ അല്ല പ്രവർത്തിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന 9,000 രൂപ എന്ന രീതിയിലത്തേക്ക് കണ്ടാൽ പോലും പ്രതിദിനം കിട്ടുന്നത് എത്രയാണ്? ഒരു അവധി പോലും എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടുന്ന പരമാവധി വരുമാനം എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള 300 രൂപയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ്, നമ്മുടെ ഈ സാധാരണ ഡെയിലി വേജസ് വർക്കിന് പോകുന്ന ആൾക്കാർക്ക് പോലും ചുരുങ്ങിയത് ഇതിന്റെ 4 ഇരട്ടി കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇവർ ചോദിക്കുന്ന മിനിമം കൂലി 21,000 രൂപ എന്ന് പറയുന്നത് ന്യായമല്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതിന്റെ തമാശ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, CITUവിന്റെ ആള് ലേഖനം എഴുതി വിടുന്ന സമയത്ത് ഈ സമരത്തിനെ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ എന്ന് സംശയം തോന്നുന്നതിന്റെ കാരണം ഇവർ ചോദിച്ചിരിക്കുന്ന ഈ മിനിമം കൂലി 21,000 രൂപ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ന്യായമാണെന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ന്യായമാണ്. അത് CITUവിന്റെ നിലപാട് അതാണ്. ശ്രീ പണിക്കർ, CITUവിന്റെ നിലപാട് ഇതാണ്. അതുകൊണ്ടാണല്ലോ ഹരിയാനയിലും മറ്റും CITU മാസങ്ങൾ നീണ്ട സമരം ചെയ്തത്. 21,000 ഫിക്സഡ് ഓണറേറിയം എന്നുള്ളത് CITUവിന്റെ രാജ്യവ്യാപകമായ ഡിമാൻഡാണ്. അത് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ CITU മുട്ടിടിക്കും. അതുകൊണ്ടാണ് പ്രശ്നം. ഒരു ദിവസം എങ്ങാണ്ട് ജനറൽ ആശുപത്രിയുടെ സമീപത്ത് വന്ന് കുത്തിയിരുന്നു ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ട്. പിറ്റേ ദിവസം സമരത്തിന് തയ്യാറായില്ല. എന്നിട്ട് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതേ ചർച്ചയിൽ വന്നതാണ്, എന്നോടൊപ്പം ഇതേ ചർച്ചയിൽ വന്നതാണ്, നിങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ, ഞങ്ങൾ ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നല്ലോ എന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു, സമരം കഴിഞ്ഞിരുന്നു. മഞ്ജുഷ്, ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് തന്നെയാണ്. അതായത് സമരത്തിന്റെ മുദ്രാവാക്യമായിട്ട് ആശമാർ ഉയർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ കാര്യങ്ങളെല്ലാം ന്യായമാണ് എന്ന് CITUവിന്റെ ദേശീയ സെക്രട്ടറി പറയുന്നു. എന്നിട്ട് തൊട്ടടുത്ത ലൈനിൽ അതിനെപ്പറ്റി പറയുകയാണ്, ഇതെല്ലാം തന്നെ ഇവിടുത്തെ BJP, കോൺഗ്രസ്, വലതുപക്ഷ ബുദ്ധിജീവികള്, മാധ്യമങ്ങള്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, ഇടതു ബുദ്ധിജീവികള്, സാമൂഹ്യ പ്രവർത്തകരെ എന്നിവരെല്ലാം SUCയുടെ ബാനറിൽ ചെയ്യുന്നതാണെന്ന്. ഇതെങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത്? അപ്പൊ ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെ പൊള്ളത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിലും മറ്റുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന നുണകൾ എന്തൊക്കെയാണെന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. മന്ത്രി എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കൊക്കെ പ്രസ്താവനകൾ നടത്തുക, അതേപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഈ CITUവിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ വളർന്നു വന്നിരിക്കുന്ന പാർലമെന്റേറിയൻസ് ആയിട്ടുള്ള CPMന്റെ നേതാക്കന്മാരൊക്കെ ഏത് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്? പരിഹാസ രൂപത്തിലാണ് പറയുന്നത്. ശ്രീ പണിക്കർ, ഒരു സംശയമില്ല, മന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് സാമാജികർ അത് അതേ രീതിയിൽ തന്നെ നിയമസഭയുടെ പ്രിവിലേജ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ വെളിയിൽ പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ്. മന്ത്രി വെളിയിൽ പറയുന്നതും ആരോഗ്യമന്ത്രി വെളിയിൽ പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്, പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കണക്കുകളാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ KV തോമസിന് അവിടെ ചെന്ന് ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണല്ലോ, അദ്ദേഹത്തിന്റെ യാത്രാബത്തയാണ് 11 ലക്ഷമായിട്ട് കൂട്ടിക്കൊടുക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് പോലും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടപ്പോൾ എന്താണ് കണക്കെന്ന് പറയുവാൻ പറ്റാത്ത രീതിയിലായിപ്പോയി, മടങ്ങേണ്ടി വന്നു. ഇനി അടുത്ത ദിവസം എന്തോ കണക്ക് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീമതി ദീപ